മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റാനുള്ള നീക്കത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും നാളെ പ്രതിഷേധം നടത്തും. വിനീത വി.ജി. ഡൽഹിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. വിനീത, ഈ പദ്ധതി അല്ലെങ്കിൽ ഈ പുതിയ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്നു, ആ നീക്കങ്ങൾ നടക്കുന്നു. ആ സമയത്ത് തന്നെ പ്രതിഷേധം വലിയ രീതിയിൽ ഉയരുകയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും. കോൺഗ്രസ് ഇത് രാജ്യവ്യാപക പ്രതിഷേധമായി ഏറ്റെടുക്കുന്നു. സംസ്ഥാനത്തും സമാനമായ രീതിയിൽ പ്രതിഷേധമുണ്ട്. നാളെ എങ്ങനെയാണ് ഈ പ്രതിഷേധത്തിന് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്? പ്രജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർലമെന്റിൽ ഈ ബില്ലിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് ഉൾപ്പെടെ പാർലമെന്റിന് പുറത്ത് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തുകയും പിന്നീട് ഈ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന നേതാക്കളൊക്കെ തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് നീങ്ങുന്നത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഡിസംബർ 28-ന് ഈ ജനവിരുദ്ധ നിയമനിർമ്മാണത്തിലും ഒപ്പം തന്നെ അത്തരത്തിലേക്കുള്ള നീക്കത്തിനുമെതിരെ അതിശക്തമായിട്ടുള്ള മറ്റ് നടപടി ക്രമങ്ങൾ കൂടി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പരിപാടികൾ കൂടി ഇതിനെതിരെ സംഘടിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അന്ന് മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രങ്ങൾ ഉയർത്തിക്കൊണ്ട് വിവിധ ഗ്രാമങ്ങളിലും മണ്ഡലങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, വിനീത വി.ജി. ആണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.